നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ കരട് പട്ടിക പുതുക്കി. നിലവിലെ കണക്കനുസരിച്ച് 119 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. DNA ഫലം കിട്ടിത്തുടങ്ങിയതിന് പിന്നാലെയാണ് കരട് പട്ടിക പുതുക്കിയത്. 128 പേരായിരുന്നു ആദ്യം തയ്യാറാക്കിയ പട്ടികയിൽ ഉണ്ടായിരുന്നത്. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ദുരന്തഭൂമിയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല, സൂചിപ്പാറ, ചാലിയാർ പുഴയുടെ തീരങ്ങൾ എന്നിവിടങ്ങളിലാണ് തെരച്ചിൽ നടക്കുന്നത്. ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട വാഹനങ്ങളുടെ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചു വരികയാണ്. പൂർണ്ണമായും തകർന്ന വാഹനങ്ങൾ, ഉപയോഗയോഗ്യമല്ലാത്ത വാഹനങ്ങൾ എന്നിവയുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തെരച്ചിലിൽ മൃതദേഹങ്ങളോ മറ്റ് ശരീരഭാഗങ്ങളോ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. DNA വിവരങ്ങൾ ഇനിയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. കാണാതായവരുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്ന നടപടിയാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ വാടക വീടുകളിലേക്ക് മാറ്റാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. വാടക വീടുകളിലേക്ക് മാറുന്നവർക്ക് 3 മാസത്തേക്കുള്ള ഭക്ഷ്യക്കിറ്റും മറ്റ് സാമഗ്രികളും നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 10 സ്കൂളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നത്. 400-ലധികം കുടുംബങ്ങളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്.